ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതെ, ഓൾമോസ്റ്റ് എന്നേ പറയുള്ളൂ. കാരണം കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് മദ്യപാനി പറയണം. മദ്യപാനി പറഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഇതിപ്പോൾ മദ്യപാനി നിങ്ങളുടെ മുമ്പിൽ തനിച്ച് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രങ്കൻ ജി ആൻഡ് മറ്റേ നമ്മുടെ ബ്രദറും പോയി. കാരണം അവർ ആക്ച്വലി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അവർ നേരത്തെ പോകുമെന്നുള്ള കാര്യം. കാരണം അവർക്ക് രണ്ടാൾക്കും വളരെ അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും മദ്യപാനിയുടെ കൂടെ വന്നതായിരുന്നു അവർ രണ്ടുപേരും. അതുതന്നെ എനിക്ക് ഒരുപാട് സന്തോഷവും അവരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഗോവ പോലൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ, ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്, ഇല്ല എന്നല്ല, വരുന്നവരാണെങ്കിൽ ഇത്തിരി ആദ്യമായിട്ട് വരുന്നവരാകുമ്പോൾ കുറച്ചൊരു സ്ഥലത്തിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും ഒരു പോപ്പുലാരിറ്റിയും ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ ഗോവയിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് പേഴ്സണലി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലോട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ കൂടെ വന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ എന്നിരുന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ എമർജൻസീസ്, കാരണം ഇത്രയും ദിവസമൊക്കെ വീട്ടിലേക്ക് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്, നമ്മളിവിടുത്തെ നല്ല നല്ല വൈൻ ഷോപ്സുകളും ലിക്കർ സ്റ്റോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, വൈൻ ഷോപ്സ് ആൻഡ് ലിക്കർ സ്റ്റോഴ്സ് എല്ലാം നമ്മളിപ്പോൾ പോയി എക്സ്പ്ലോർ ചെയ്യും. കാരണം ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 10 മണി 10:15 മനസ്സിലായോ? ആ ടൈമിലാണ് പോകേണ്ടത്. കാരണം ഈ ടൈമിലാണ് ഞാൻ പറഞ്ഞില്ല, എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഗോവ വിൽ ബി ഓൺ അറ്റ് നൈറ്റ്, ക്ലോസ് ടു മിഡ് നൈറ്റ്. ആ ടൈമിലാണ് ഗോവ യഥാർത്ഥ ഗോവയായി മാറുന്നത്. അപ്പോൾ ആ ടൈമാണ് ഗോവ എക്സ്പ്ലോറേഷൻ ഏറ്റവും സൂപ്പർ. നൈറ്റ് ലൈഫാണ് ഗോവയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോകാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യങ്ങൾ കാണിച്ചിടാം. മദ്യപാനിൻ്റെ ഫ്രണ്ട്സിനും വാട്ടർമാനും എല്ലാം കൂടെ മേടിച്ച ബോട്ടിൽസാണ് ഇതായി കാണുന്നത്. നിങ്ങൾ കണ്ടതായിരുന്നു നേരത്തെ. നമ്മൾ നേരത്തെ കണ്ട പാസ്പോർട്ട് സ്കോച്ച് ഉണ്ട്, പിന്നെ പിങ്ക് ക്വീൻ വോഡ്ക സ്ട്രോബെറി ഫ്ലേവറാണ്, പിന്നെ നമ്മുടെ ബ്ലൻഡേഴ്സ് പ്രൈഡ് ഉണ്ട്. ഈ 3 ബോട്ടിലാണ് ഞാൻ മേടിച്ചത്. ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചതായിരുന്നു. എന്നിരുന്നാലും പറയുക എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. സോ ഇതൊക്കെ ഞാൻ മേടിച്ചു. ഇനി നമുക്ക് ഇതേപോലുള്ള ഐറ്റംസ്, ഇതിനേക്കാളും അടിപൊളി ഐറ്റംസ് നമുക്ക് നമ്മുടെ ലിക്കർ സ്റ്റോറിലും വൈൻ ഷോപ്സിലും ഇരിക്കുന്നത് പോയി കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. ഓക്കെ ഗായ്സ്, മദ്യപാനി ഈസ് ഓൾ സെറ്റ്. പാതിരാത്രിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി പിടിച്ച് പോണത്. ഇപ്പം തന്നെ ഉറക്കം വന്നിട്ട് വയ്യ. പക്ഷേ എന്നിരുന്നാലും ഗോവയിലായതുകൊണ്ട് നമ്മൾ ഉറക്കത്തിനെയൊക്കെ തൽക്കാലം അവധിക്ക് വെച്ചിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. So, and the enjoyment visuals will be sponsored by Madhyapani in collaboration with Goa. Stay tuned guys, let's go. So guys, നമ്മൾ മൂവിയാണ്. ആ സോ ഗായ്സ്, നമ്മുടെ യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് പുള്ളിയും കൂടെ നമ്മളെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ്, പിന്നെ പുള്ളി തന്നെ വേണ്ടെന്ന് പറഞ്ഞ്, ഞാൻ ചുമ്മാ പോവാണെന്ന് പറഞ്ഞപ്പോൾ. ഇതൊരു ബാറാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്ന സെയിം ഓഷ്യാന ബാറാണത്. പക്ഷെ അവർ പാട്ട് പാടുന്നുണ്ടെന്നേ ഉള്ളൂ, പാട്ട് കേൾക്കാൻ പക്ഷെ ആരും തന്നെ ഇല്ല. धीरे धीरे से दिल को चुरा റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. ഞാൻ നേരത്തെയും പറഞ്ഞു, റെസ്റ്റോറൻറ്റ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം ബാറും ഉണ്ട്. അതൊരു ഡാൻസ് ബാറാണ്, ആക്ച്വലി പാർട്ടി ബാറാണ്. क्लब पोश नोश क्या वो उसको ज़्यादा पी लिया भाई. इधर दारू का सुपर मार्केट है उधर का नॉम्स ओपन है, ऊपर है फर्स्ट फ्लोर. ओके, थैंक यू.
ഇവിടെ മൊത്തം ഈ ടാറ്റു ഷോപ്പിന്റെ കളിയാണ് ഗൈസ്. പിന്നെ ഈ മീനെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന പരിപാടി. അതാണ് ഗൈസ് ബാഗയിലെ ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് 24 hours സൂപ്പർ മാർക്കറ്റ്. ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ ഇത് സൂപ്പറാണല്ലേ. ഇപ്പോൾ വീണ്ടും നമുക്ക് ഫോൾട്ട് പറ്റി. 24 hours ഉണ്ട്, പക്ഷേ നമ്മുടെ ലിക്കർ സെക്ഷൻ 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തു. വെരി അൺഫോർച്ചുനേറ്റ് ഗൈസ്. ഇതിൽ ബാറിക്ക് നമുക്ക് 2 എണ്ണം അടിച്ചാലോ, എന്ത് പറയുന്നു? ഏതായാലും വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം അടിക്കുന്നതിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് അടിക്കാം. കാരണം ദൂരെ നിന്നൊക്കെ വെള്ളം അടിച്ചിട്ട് ഈ പാതിരാത്തേക്ക് നടന്ന് വല്ലയിടത്തൊക്കെ ഉരുണ്ടിട്ട് വീണവരെ മലയാളികളെ പോലെ ലൈഫുമാരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല, വെറും പന്നകളാന്നേ. ഇപ്പോൾ വരുന്ന വഴിക്കിട്ട് നിങ്ങൾ കണ്ടില്ല, ഒരാൾ അടിച്ചതില്ല അടിച്ച് ബോധം കെട്ടോടെ കിടക്കുന്നത്. പക്ഷേ അവൻ്റെ കൂട്ടുകാർ മാത്രമേ നോക്കിയുള്ളൂ കേട്ടോ, വേറെ ആരും തിരികെ നോക്കുന്നില്ല അവനെ. അപ്പോൾ എന്തായാലും നമ്മുടെ റൂമിൻ്റെ തൊട്ട് ബാധിക്ക് തന്നെ 2 ബാറുണ്ടോ, ഓശാൻ്റെ ബാറും ഉണ്ട്, പിന്നെ അപ്പുറത്ത് വേറൊരു ബാറും ഉണ്ട്. അപ്പോൾ എവിടെ പോകണം നമുക്ക് തീരുമാനിക്കാം. എന്തായാലും നമുക്ക് നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ സീക്വൻസ് ഇല്ലേ, ഒരാൾ അടിച്ചിട്ട് ബോധം കെട്ട് വീണത്, ആ പുറകെ കാണുന്ന സീനാണത്. ഇരിക്കുന്നവരെ നമുക്ക് എന്തായാലും 2 ബിയർ അടിച്ചിട്ട് പോകാം. എന്താ വേണേ 2 മേടിച്ചോണ്ടും പോകാം. ഇവിടെ ക്രോസിങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവന്മാരെ അടിച്ച് പഞ്ഞി കിട്ടി കളിയും. ഇവന്മാരല്ല, കാർ കൊണ്ട് ഇടിപ്പിച്ച് കൊന്തള നിൽക്കുമ്പോൾ. എന്താ വേണ്ട, ഒന്ന് സ്ലോ ചെയ്ത പോലെ ഇടുമായിരുന്നു. ഞാൻ എന്തായാലും ഇവിടുന്ന് ബഡ്വൈസർ അല്ലാതെ വേറെ ഒന്നും മേടിക്കത്തില്ല കാശ്. കാരണം ബഡ്വൈസർ മാത്രമേ ഉള്ളൂ ക്വാളിറ്റി. ഓരോ ബഡ്വൈസർ മേടിച്ചടിക്കാന്ന് വെച്ചേക്കും. കാൾസ്ബർഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് കാൾസ്ബർഗ് കാണാൻ പോലും ഇല്ല. പക്ഷെ കാൾസ്ബർഗ് നിർത്തിയതാണ് കേട്ടത്. बटवाइसर मैगना है, मैगना एक बटवाइसर मैगना। और स्नैक्स के लिए क्या क्या है? लॉलीपॉप है, रोस्टेड सॉरी पापड़ है, पापड़ है, फ्राई पापड़ है। ओके हाँ, लेट मी सी। फिश फिंगर्स है, फिश फिंगर्स है. നമ്മൾ ക്യാഷ്നട്ട് പറയുമ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റാണ് മേടിക്കും. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബാഗയിൽ മേടിച്ച പോലെ ക്യാഷ്നട്ട് പറഞ്ഞില്ല, മുട്ടൊരു പാക്കറ്റ് ഒരു പാത്രത്തിൽ നിറച്ചിട്ടുണ്ട്. 220 രൂപയുടെ സാധനമുണ്ട്. ബൈ एक बटवाइसर मैगनम ओके 650 ml का 650 ml और एक पीनट मसाला. पीनट मसाला स्पाइसी है. हम लोग मुझे केरल से आया, उधर स्पाइसी एंड इधर नहीं, नो स्पाइसी है. ओके ओके. और पेरी पेरी फ्राइज है, पेरी पेरी फ्रेंच फ्राइज नहीं, फ्रेंच फ्राइज है आपको? हाँ देन फ्रेंच फ्राइज विल डू. ओके वो पीनट मसाला को कैंसिल करो. അതാണ് കാശ് നല്ലത്. വെറുതെ എന്തിനാ, ഇവരുടെ മസാല നമുക്ക് പിടിക്കില്ല. ഓക്കെ ബൈ, താങ്ക് യു ബൈ. ഗ്ലാസ് എന്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാലും ഗോവയിലെ ബെസ്റ്റ് ബിയർ എന്ന് പറയുന്നത് മീൻസ് ഈ ചാത്തന്മാരുടെ കണക്കിൽ ബഡ്വൈസർ ഈസ് ദ ബെസ്റ്റ്. Up on. So guys, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ കണ്ടുപിടിച്ചെന്നല്ല, വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് അറിയാൻ പറ്റിയൊരു കാര്യം. ദ തിങ് ഈസ് ദാറ്റ് ഇതൊരു മലയാളികളുടെ ബാറാണ്. മനസ്സിലായോ? ആരെങ്കിലും ചിന്തിച്ചോ? ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് അങ്ങ് അറ്റത്തിരിക്കുന്ന ടേബിൾ തന്നെ ഒരു പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ടോ? ആ പുള്ളി ആ ടീഷർട്ട് ഇട്ട പുള്ളിക്കാരൻ. അവർ കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയാം. ഞാനോർത്തിന് ഷൂട്ട് ചെയ്തതിൻ്റെ കാര്യം കൊണ്ടാണെന്ന് അറിയാൻ ഞാൻ പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല. ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് അവരൊന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ പുള്ളിക്കാരൻ, ആ പയ്യൻ എഴുന്നേറ്റ് വന്നിട്ട്, പയ്യനല്ല ആ ചേട്ടൻ, ആ പുള്ളിക്കാരൻ എഴുന്നേറ്റ് വന്നിട്ട് എന്താണ്, ഏതാണ്, മലയാളിയാണോ എന്നൊരു ചോദ്യം. ആ ഒറ്റ ചോദ്യത്തിലെല്ലാം കളിയും തീർന്നു മക്കളെ. പിന്നെ പുള്ളിക്കാരൻ എൻ്റെ ദോസ്തായി മാറിക്കഴിഞ്ഞില്ലേ. അതാണ് നമ്മളിപ്പോൾ വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മലയാളിയെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ്. എന്തെന്ന് ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, എന്നാലും അവർക്കും സന്തോഷം നമുക്കും സന്തോഷം. അതിപ്പോൾ ഞാൻ ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമേ അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അതിന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഒരു സന്തോഷമാണ്. കാരണം ഇവിടുത്തെ കേരള സ്ട്രീറ്റോ അല്ല സൗത്ത് ഇന്ത്യൻ മലയാളി സ്ട്രീറ്റോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അത് കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല. അത് എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിവ് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു മലയാളിയുടെ ബാർ കണ്ടതിൽ, അവിടെ വന്ന് അടിക്കാൻ സാധിച്ചതിൽ ഐ എം സോ ഹാപ്പി ടു ഡു ദാറ്റ്.
അപ്പോൾ എന്നിരുന്നാലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ ബാറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ നിങ്ങളെ ഈ ബാറിൻ്റെ പേരെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞതുമില്ല, കാണിച്ചതുമില്ല. ഇതാണ് മിഡ്വേ സ്വീറ്റ് ചില്ലീസ്. നമ്മൾ ഗോവയിലുള്ള മറ്റ് ബാറുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് മലയാളികളുടെ ബാർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രൈസിൽ കുറച്ച് അഫോർഡബിലിറ്റി ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആൻഡ് ഡ്രിങ്ക്സ്. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ആവില്ല. ആക്ച്വലി നമുക്ക് നമ്മുടെ നാട്ടിലിരുന്ന് വെള്ളം അടിക്കുന്ന പോലെ അടിക്കാം, എന്നാൽ ഗോവൻ ഫുഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. സോ ദാറ്റ്സ് വൺ ഹെൽ ഓഫ് എ ഡിഫറൻസ് ആക്ച്വലി. പിന്നെ ഈ ഒരു ബാറിനെ കുറിച്ചുള്ള മറ്റുള്ള ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗോവൻസിൻ്റെ ഓൺ ചെയ്തിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇവിടുത്തെ മുതലാളിമാരുടെ ആയിരുന്നു. മുതലാളിയുടെ അല്ല, അവരുടെ മുതലാളിമാർ താമസിച്ചിരുന്ന പഴയ ഹോട്ടലുകളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ഈ പ്രോപ്പർട്ടി ഇതേപോലെ ഇവിടെങ്ങി ഇടും. മനസ്സിലായോ? എന്നിട്ട് കാശ് കൂടുതലുള്ള സമയത്ത് ഇവരതങ്ങ് വിൽക്കും, കോടിക്കണക്കിന് രൂപയ്ക്ക്. അതാണ് അവരുടെ ട്രേഡ് സീക്രട്ട്. അതുപോലെ തന്നെ അപ്പറയുള്ള ആ പ്രോപ്പർട്ടി ഉണ്ടോ, ആ മതിൽ, അതെന്ന് പറഞ്ഞാൽ 30 കോടി രൂപയ്ക്കുള്ള ഡീലായിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 30 കോടി, 30 crores. നിസ്സാരം നോക്കിയതല്ല. ഉമ്മാരൊക്കെ ബുദ്ധി. ഉമ്മാരിങ്ങനെ സാധനം മേടിച്ചിട്ടും എന്നിട്ട് വാടകയ്ക്കും പോകും, അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ പോയി താമസിക്കും. എന്നിട്ട് നല്ലൊരു ഫിഗർ വരാൻ നേരത്തെ അവന്മാരതങ്ങ് വെക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഈസ് ഓൾ അബൌട്ട് കാര്യം. ആ ബ്രോ ഇതിൻ്റെ മുതലാളിയുടെ മോനാണ് ആക്ച്വലി. അപ്പോൾ മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ബാർ അല്ല ആക്ച്വലി. പിന്നെ എന്തായിരിക്കും? അത് ഒരു ബ്രാൻഡോടെ വെള്ളം ഞാൻ പറഞ്ഞു. സോ ഗായ്സ്, ആസ് യൂഷ്വൽ ഫുഡ് ഒരുപാട് വേസ്റ്റ് ആയിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഫുഡ് എപ്പോഴും അങ്ങനെ എൻ്റെ ഒപ്പം നിൽക്കില്ല. ഇത് കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസിൽ 2 പീസ് ഞാൻ ഇത്രയും നേരിട്ട് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം വേസ്റ്റാക്കി കളയില്ല. ഇത് ഞാൻ പാഴ്സൽ ചെയ്യും. നമ്മുടെ ബ്രോയാണ്, നമ്മുടെ മലയാളികളാണ്. ഫുഡ് കഴിച്ചില്ലേ ഒരു ഇടിക്കും നമ്മളെ. ഫുഡ് വേസ്റ്റാക്കാൻ ഒരിക്കലും മലയാളികൾ സമ്മതിക്കത്തില്ല. ആര് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല. നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോട്ടലിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ, ഇവരുടെ ബാറിനെ കുറിച്ചാണ് ആക്ച്വലി കേട്ടോ. ഇത് ആക്ച്വലി ഒരു ബാറ് മാത്രമല്ല, ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, റൂംസ് ആർ അവൈലബിൾ, പിന്നെ മറ്റുള്ള ഇവിടുത്തെ സ്കൂബ ഫെസിലിറ്റീസ് ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവർക്കുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ്, ഗോവ എക്സ്പ്ലോറേഷൻ പാക്കേജസ് ഇവർക്കുണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും പറയില്ല. ഇവരെനിക്ക് തന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഇത്തവണ ഗോവയിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഒരുപാട് തേഞ്ഞു പോയത് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ മലയാളി ടീംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഗോവ എക്സ്പ്ലോറേഷൻ ഈസ് പോസിബിൾ. ഇതാണ് നമ്മുടെ ബ്രോ, നമ്മുടെ മുതലാളിയുടെ മോനാണ്. ബ്രോയുടെ പേരെന്തായിരുന്നു? ആൽവിൻ. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പുള്ളി നമുക്കെല്ലാം വിട്ടു തന്നിരിക്കുമായിരുന്നു. അപ്പോൾ ദീസ് ആർ ദ പാക്കേജസ് ആക്ച്വലി കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവരുടെ പാക്കേജസ് എന്തൊക്കെയാണെന്ന് നോക്കൽ, ഡെയിലി റിവർ ക്രൂസസ് അവൈലബിൾ ആണ്. AC ബോട്ടായിരിക്കും. ഡിപ്പാർച്ചർ ടൈം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഓഫ് പോർട്സ് ജെട്ടിയിൽ നിന്ന് കസ്റ്റംസ് ഹൗസ് പഞ്ചിൽ, അവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ പാർട്ടീസും കാര്യം. അപ്പോൾ 500 രൂപയാണ്, 500 പെർ ഹെഡ്. പിന്നെ ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് ആർ ചാർജബിൾ. പിന്നെ നൈറ്റ് പാർട്ടി ഉണ്ട്. അതാണല്ലോ ഗോവയിൽ വരുന്ന എല്ലാവരുടെയും ആഗ്രഹം. ബോളിവുഡിൻ്റെ AC ബോട്ട് ക്രൂസ് ആണ്. ബോളിവുഡ് AC ബോട്ട് ക്രൂസ് നോൺ സ്റ്റോപ്പ് ലൈവ് DJ മ്യൂസിക് ആണ്. അപ്പോൾ നിങ്ങൾ ഫുൾ ഓൾ നൈറ്റ് പാർട്ടിയാണ്. ഓൾ നൈറ്റ് അല്ല, ടൈം അലൗഡ് എപ്പോഴാണോ ആ ടൈം ഫുൾ പാർട്ടീസ് ആണ്. കണ്ടോ? ആൻഡ് ദിസ് ഈസ് ദ കോൺടാക്ട് നമ്പർ ഓഫ് മിസ്റ്റർ ആൽവിൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഗോവയിൽ വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഇവിടെ കിടന്ന് പെട്ടുപോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളി ചങ്കുണ്ട്, നമ്മുടെ മലയാളി ബ്രോ ഉണ്ട്. പുള്ളിയുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടക്കാം. നിങ്ങളിവിടെ പെട്ടുപോകത്തില്ല. ബട്ട് എന്താണെന്ന് പറഞ്ഞാലും പ്രീ ബുക്കിംഗ് ഈസ് നെസസറി.
അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയുക. അത് ഗോവയിൽ മാൻഡേറ്ററി ആണ്. നമ്മൾ ബുക്കിംഗ്സിലൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. ഞാനൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് നെട്ടപ്പാതിരക്ക് പെട്ടുപോയി നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും പേയ്മെന്റ് ഈസ് മാൻഡേറ്ററി. മനസ്സിലായോ? പൈസ അടച്ച് അഡ്വാൻസ് ചെയ്തില്ലെങ്കിൽ ബുക്കിംഗ്സ് ഒരിക്കലും കൺഫർമേഷൻ ആവത്തില്ല. സോ അത് എപ്പോഴും ഓർമ്മയിൽ വേണം. പ്രീ ബുക്കിംഗ് ഈസ് മാൻഡേറ്ററി ആൻഡ് യു ഹാവ് ടു പേ ദ അഡ്വാൻസ് പാർഷ്യലി. Then only your bookings will be confirmed. Okay. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. കോൺടാക്ട് നമ്പർ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരുവാണ്. ഈവനിങ് ക്രൂസസ് ആണ് 5:30 PM onwards ഉണ്ട്. പിന്നെ മോർണിംഗ് ക്രൂസസ് are from 10:30 AM onwards. Okay. You can just call Mr. Alvin. There are 2 numbers are available and this is the brochure for them. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റി ബ്ലോഗ് എന്ന് പറയും, ആക്ടിവിറ്റി ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ സ്കൂബ ആൻഡ് വാട്ടർ സ്പോർട്ട് കോംബോ. കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ഗോവയിലുള്ള. പാരാസൈലിംഗ് ഉണ്ട്, സ്കൂബ ഡൈവിംഗ് ഉണ്ട്, ബനാന റൈഡ് ഉണ്ട്, ബമ്പർ റൈഡ്, സ്പീഡ് ബോട്ട് ഫെസിലിറ്റി ഉണ്ട്, ജെറ്റ് സ്കൈ ഉണ്ട്. പിന്നെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയും. രാവിലെ അതായത് മാൽവാൻ ഫോർട്ട് ഐലൻഡിലാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ആകുന്നത്. 1799 രൂപയാണ്. 1799 ആണ് പെർ പേഴ്സൺ പറയുന്നത്. ടൈമിങ്സ് എന്ന് പറയുമ്പോൾ 7 AM to 5:30 PM ആണ്. വിച്ച് ഇൻക്ലൂഡ്സ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്. അതായത് നിങ്ങളെ പിക്ക് ചെയ്യും അതുപോലെ നിങ്ങളെ കൊണ്ട് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. പിന്നെ പ്രീ ട്രെയിനിങ് സെക്ഷൻസ് ആൻഡ് ഷാലോ വാട്ടർ ഡൈവ്. അതായത് സ്കൂബ ഡൈവിങ്ങിന് മുമ്പ് തന്നെ ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടാവും. കാരണം അല്ലെപ്പോഴും നിങ്ങൾ മുങ്ങി അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞ് ചാടും, മൂക്കിക്കൂടെയും വായിക്കൂടെയും വെള്ളം കയറും, നിങ്ങൾ വടിയായി പോയിട്ട് പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രീ ഡൈവിംഗ് സെക്ഷൻസ് ആർ അവൈലബിൾ. ട്രെയിനിങ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സണൽസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യും. And paddy expertise guidance and breakfast ഉണ്ടാവും, ലഞ്ച് വെജ് ആൻഡ് നോൺ വെജ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ കോംപ്ലിമെന്ററി പിക്ചേഴ്സ് ആൻഡ് വീഡിയോ ഇൻസൈഡ് ദ വാട്ടർ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും നല്ല മഴയായിട്ടോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസവും ബാറിൽ പോയി അടിച്ചപ്പോഴും മഴയായിരുന്നു. ഇതിപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ഡ്രിങ്കിങ് ഈസ് ഓൺ ദ വേ, ഇസ് ഇൻ പ്രോസസ് ആക്ച്വലി. എന്നിരുന്നാലും മഴ. എൻ്റെ കുടയില്ല. ഇല്ലളിയ, ഞാൻ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗാണ്, അതിനകത്ത് കുടയുണ്ട്, എനിക്കറിയാം. കണ്ടാ, തേടി വെള്ളി കാല ചുറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രോസസ്സാണ്. പിന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, കാരണം മറക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കാരണം പുള്ളിക്കാരൻ അതിൻ്റെ ഓണർ ബ്രോ അല്ല, ആ സർ എൻ്റെ ഒക്കെ വന്ന് പറഞ്ഞു ആക്ച്വലി അതിൻ്റെ കാര്യം എന്താണ്. അത് ഞാൻ എന്താണെന്ന് ഞാൻ ഇവിടുന്ന് മഴ കഴിയുമ്പോൾ മഴയൊന്നും കുഴപ്പമില്ല നമുക്ക്. ഇത് കണ്ടോ, നമ്മുടെ ആലപ്പുഴക്ക് നമ്മുടെ മലയാളികളുടെ സ്വന്തം ഹോട്ടൽ ഉണ്ടോ, അതാണ് ഗൈസ്. നമ്മളാരും, ഞാൻ ഈ സ്ട്രീറ്റിൽ കൂടെ ഒരുപാട് വട്ടം പോയതാണ്, പക്ഷേ നമ്മളാരും മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഗോവയിൽ മലയാളി ഹോട്ടൽ എന്നൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുമോ? ഇല്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. പക്ഷേ ഇത് കണ്ടോ, ഹോട്ടൽ KL08. അത് ഓർത്തോണം, അത് ആ പേര് എപ്പോഴും മനസ്സിൽ വേണം. ഗോവയിൽ വരുവാണെങ്കിൽ, ഈ ലെയിനിൽ വരുവാണെങ്കിൽ ഹോട്ടൽ KL08 ആരും മറക്കരുത്. കാരണം മലയാളികളുടെ, നമ്മളുടെ കടയാണ്, നമ്മുടെ സ്വന്തം കടയാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ രാത്രിയിലെ ലാസ്റ്റ് ചേഴ്സിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ മഴയും കണ്ടോട്ടിരുന്ന് അടിക്കാം. എന്ത് പറയുന്നു? അതൊരു പ്രത്യേക ആംബിയൻസ് അല്ല ആക്ച്വലി. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ബാറിന് അപ്പുറത്തേക്ക് പോയി അടിച്ചെങ്കിൽ നമ്മുടെ ഗോവ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോകും. കാരണം പബ്ലിക് ഡ്രിങ്കിങ് ഈസ് പ്രൊഹിബിറ്റഡ് എവ്രിവെയർ, ഈവൻ ഇൻ ദ സ്റ്റേറ്റ്സ് ആക്ച്വലി. സോ നമുക്ക് ഈ ചിയേഴ്സ് കൊണ്ട് ഈ കഥ എടുത്ത് തീർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്തില്ല. അറ്റ് എനി കോസ്റ്റ് ഐ വോണ്ട് ബി വേസ്റ്റിംഗ് ഫുഡ്. സോ നമുക്ക് ബാലൻസ് വന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം ബാലൻസ് അല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ആക്ച്വലി. അതിന് മേടിച്ചത് അതേപോലെ 99% അതുപോലെ തന്നെ ഉണ്ട്. ഏറ്റവും നിങ്ങൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ സ്ട്രീറ്റിൽ വരാൻ നേരത്ത്, ഏത് സ്ട്രീറ്റാണെന്നും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ ടിറ്റോസ് ലൈനിലേക്ക് പോകുന്ന അതേ കൽകുട്ടയോ അങ്ങനെ അങ്ങോട്ടൊക്കെയാണ് പേരിൻ്റെ. അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും ഞാനത് റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ പോകാൻ നേരത്ത് ഒരുപാട് പാർട്ടി ബാറുകൾ ഞാൻ കാണിച്ച് തന്നു ഇല്ലേ? ഒരുപാട് പാർട്ടി ബാറുകൾ ഞാൻ കാണിച്ചു തന്നു. ഡാൻസ് ബാർസ് ആൻഡ് പാർട്ടി ബാർസ് ഒരുപാടുണ്ട്.
നിങ്ങളോട് ഭയങ്കര ഓഫേഴ്സ് തന്ന് നിങ്ങളെ അങ്ങോട്ട് വിളിക്കും. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ മലയാളീസ്, തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്, ഇവരാണ് അവരുടെ ടാർഗറ്റുകൾ. കാരണം നമുക്കൊക്കെയാണല്ലോ ഹിന്ദിയൊന്നും അധികം അറിയാത്ത ആൾക്കാർ. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഭയങ്കര ഓഫേഴ്സ് വരും. ഇപ്പോൾ 1000 രൂപ മതി, ഫുഡൊക്കെ അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ ഗേൾസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രലോഭിപ്പിക്കും. നിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഏജൻസിനെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? കാരണം ഇവർ 22 വർഷമായിട്ട് ഇവിടെ നടത്തുന്ന ജോലിക്കാരാണ്. ഇവരിവിടെ വരുത്തന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കത് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഒപ്പോസ് ചെയ്തെങ്കിൽ ഇവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അത് കാരണം ഇവർ നമ്മളിപ്പോൾ മലയാളികൾക്ക് അറിയാമല്ലോ, കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒന്നും പറയാൻ സാധിക്കത്തില്ല. ബട്ട് ആസ് എ സോഷ്യൽ മീഡിയ എംപ്ലോയി ഐ ഹാവ് ടു സേ ദിസ് ടു മൈ ഫെല്ലോ മലയാളീസ്. നിങ്ങളെങ്കിലും തമിഴ്നാട്ടിൽ നമ്മുടെ ബ്രോസ് ഉണ്ട്, എന്നിരുന്നാലും ഞാൻ എൻ്റെ മലയാളി ബ്രോസിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ലൈനിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഡാൻസ് ബാർസ് ആൻഡ് പബ്സ്, കാരണം ഇതൊക്കെ അണ്ടർവേൾഡ് ആണ് ആക്ച്വലി. മനസ്സിലായോ? ഇവന്മാരെ എല്ലാവരുടെയും കയ്യിൽ ഗണ്ണുണ്ട്. അല്ലാതെ നമ്മളെപ്പോലെ അടിയിടിയും കുത്തും കേസൊന്നും അല്ല. എല്ലാം എന്തേലും കലിപ്പണ്ട അപ്പം തന്നെ തീർത്തളഞ്ഞേക്കാണ് സ്പോട്ടിൽ. അത് നിങ്ങൾക്ക് അറിയാം, ഗോവയാണ്, അറിയാമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ വരുന്നത് ഇങ്ങനെ ഈ വിളിച്ച് കയറ്റുന്ന 1000 രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കയറ്റുവാണെങ്കിൽ അതിൻ്റെ പുറകിലെല്ലാം നിങ്ങളെ പിഴിയും, പെമ്പിള്ളേരെ കൊണ്ട് പിഴിയിപ്പിക്കും. മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പെമ്പിള്ളേർ വന്ന് നിൽക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് പാസ് ചെയ്യുവാണ്. ഇവർ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കയ്യിൽ ടച്ച് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കും. എന്നിട്ട് അവർ ഒരു ഡ്രിങ്ക്സ് മേടിച്ച് തരാൻ പറയുന്നു. മനസ്സിലായോ? 500 രൂപ 1000 രൂപ എന്നൊരു നമ്പർ തരും, നമ്പറിൽ രാത്രി വിളിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരായാലും അതിലൊക്കെ വീണു പോകും. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിയാണെങ്കിലും ഈ പെണ്ണ് വിഷയത്തിൽ മലയാളികൾ വെറും വിഡ്ഢികളാണ്. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, അതങ്ങനെയാണ്. ദാറ്റ്സ് ഫാക്റ്റ് ആക്ച്വലി. അപ്പോൾ ആ ഒരു മണ്ടത്തരത്തിലൊന്നും വീഴാതിരിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ പോകും, അവർക്ക് 1000 രൂപ ഡ്രിങ്ക്സ് മേടിക്കും, 10000 രൂപ ഡ്രിങ്ക്സ് വരെ നിങ്ങൾ മേടിച്ച് കൊടുക്കും. കാരണം അതുപോലത്തെ പെണ്ണുങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ നിൽക്കുന്നത്. നേപ്പാളീസ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പെൺപിള്ളേരെ കൊണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ അങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക. കാരണം എൻ്റെ ബ്രദേഴ്സിനെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയാൽ അതിനെക്കുറിച്ച് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ആക്ച്വലി. അപ്പോൾ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, ഇത് ഏത് റോഡാണെന്ന് വെച്ചെങ്കിൽ ബാഗാ റോഡ്. മനസ്സിലായോ? ബാഗാ റോഡ്, ബാഗാ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ്. ഈ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് സെക്കൻഡ് ലെഫ്റ്റ് പോകുമ്പോൾ നമ്മുടെ നോർമൽ ടിറ്റോസ് ലൈനാണ്, ടിറ്റോസ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത്. അവിടെ നേരെ പോകുമ്പോഴാണ് ബാഗാ ബീച്ച് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലത് വേണം. നിങ്ങൾ ആരും ചീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കും ഗോവയിൽ വരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ന്യൂ ഇയർ ഒക്കെ വന്നു കഴിയാൻ ഭയങ്കര റഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണൊക്കെ എടുത്തു കഴിക്കാനുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് എടുക്കുന്ന സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളുടെ ഫോൺ അങ്ങ് ദൂരെ എത്തിയിരിക്കും. കാരണം ഒരു ചെയിൻ ഓഫ് തീവ്സ് ആണ് ആക്ച്വലി. കൈമറിഞ്ഞ് പോകും, നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഭയങ്കര പ്രോബ്ലം ഏരിയ ആണ് ഈ ഏരിയ. നിങ്ങൾ സൂക്ഷിച്ചാൽ, നിങ്ങൾ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ പോകാം. ബട്ട് ദ മോസ്റ്റ് പ്രോബ്ലം ഈസ് ദാറ്റ് ദ ട്രബിൾസം ഈസ് ദാറ്റ് പബ്സ്. അത് നിങ്ങൾ ഓർമ്മ വേണം. പബ്ബുകൾ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കണം. അവരുടെ ഏജൻസ് ഒക്കെ ഇങ്ങനെ കറങ്ങുവാണ് ഇവിടെ ഈ ലൈനിൽ കൂടെ, ഈ ബാഗാ റോഡിൽ കൂടെ. മനസ്സിലായോ? അപ്പോൾ മലയാളിയാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി തന്നെ ഇൻഫർമേഷൻ പാസ് ഔട്ട്. അപ്പോൾ പബ്ബിൻ്റെ അവിടെ എത്താൻ നേരത്ത് അവർ വിസിറ്റിംഗ് കാർഡ് കൊണ്ടുവരും, ഓഫറിൻ്റെ മല പോലെ ഓഫറുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഓഫേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോക്ക്ഡൗൺ. മനസ്സിലായോ? യു ഓൾറെഡി ലോക്ക്. പിന്നെ അവരാണ് നിങ്ങളുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്വൈപ്പിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പോലും അറിയത്തില്ല, അവരുടെ എന്തൊക്കെയോ സ്കാംസ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അവർ നിങ്ങളെ ഇപ്പോൾ 2000 രൂപ ആണെങ്കിൽ ചിലപ്പോൾ 5000 ആയിരിക്കും നിങ്ങളുടെ ഇത്. നിങ്ങളെ ലോക്ക് ചെയ്ത് വെക്കും. പഴയപോലെ അണ്ടർവേൾഡാണ് അവിടെ, ഗണ്ണും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കും. ഇവിടെ പല എക്സ്പീരിയൻസസും നമ്മുടെ സാറ് ഇവിടുത്തെ ബ്രോയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ്. മലയാളികളാണ് ഏറ്റവും വലിയ ടാർഗറ്റ്സ് അവരുടെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കുക. ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചെയ്യുക. നിങ്ങൾ കഴിച്ചിട്ടൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ആവേശവും എടുത്തു ചാട്ടമൊക്കെ കൂടുതലാണ്. അതെല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പബ്ബുകളിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ പബ്ബുകളിലേക്ക് ആകർഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. അതിൽ ഒരുപാട് സ്കാമുകളുണ്ട്, കള്ളത്തരങ്ങൾ. നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. സോ ബി വെയർ ഓഫ് സ്കാംസ് ഇൻ പബ്സ് ഇൻ ഗോവ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലാസ്റ്റ് റൗണ്ട് മൈക്ക് വെഡിങ് വെക്കുകയാണ്. ചിയേഴ്സ് ഗൈസ്. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ബിയർ എല്ലാം തീർന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ നമുക്ക് മറ്റൊരു ഇൻഫർമേഷൻ കൂടെ തന്നു.
അപ്പോൾ ഗോവയിൽ വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന പ്രോസസ്സല്ല. പക്ഷേ സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അതെന്ന് പറഞ്ഞൊരു DJ ആണ് ആക്ച്വലി. നമ്മുടെ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. അത് വേൾഡിൽ തന്നെ നമ്പർ 2nd പൊസിഷൻ, വേൾഡിലെ തന്നെ 2ാം സ്ഥാനത്തുള്ള ആൾ. വേൾഡിലെ തന്നെ 2nd മോസ്റ്റ് പ്രഷ്യസ് ആൻഡ് ടോപ്പ് വാല്യൂ DJ ആർട്ടിസ്റ്റാണ്. പേരെനിക്കിപ്പോൾ ഓർമ്മയില്ലാത്തതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഉൾപ്പെടെയാണ് ഈ 2022 അത് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 3 പേരായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. 3 ട്രയോ ആണ്. അപ്പോൾ വേൾഡിലാണ് ഇത്രയും ടോപ്പ് റേറ്റഡ് DJ ആർട്ടിസ്റ്റിനെ കൊണ്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ഒരു പോപ്പുലറായിട്ടൊരു ഫെസ്റ്റിവലാണ് ഗോവ സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എൻ്റെ സ്പോൺസറോ എനിക്ക് എൻ്റെ പ്രൊമോഷനൊന്നും അല്ല. ഞാൻ കിട്ടിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഗോവയിൽ പോയപ്പോൾ ഗോവയെക്കുറിച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറയേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്ക് ഇല്ലേടാ മക്കളെ. അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഫോറിനിൽ കാണുന്ന അതേ സീക്വൻസാണ് ഗൈസ് ആക്ച്വലി. അപ്പോൾ എന്നിരുന്നാലും അത് നിങ്ങൾ കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും നാളത്തെ നമ്മുടെ ലിക്കർ സ്റ്റോർ വ്ളോഗ്. നമ്മൾ ഇന്ന് പോയപ്പോൾ പൂട്ടിപ്പോയില്ലേ, നാളെ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് തുടങ്ങും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി പുതിയൊരു ഗോവ വീഡിയോയുമായി നമ്മൾ ഇനിയും കാണും. Until then, this is your Madhyu signing off. Good night and cheers to you guys.